പ്രതിസന്ധിയിലായ വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കമ്പനിക്ക് അനുവദിച്ച 2 കോടിയിൽ നിന്നും തിരികെ പിടിച്ച 1,20,00,000 രൂപ വീണ്ടും അനുവദിച്ചു. അടിയന്തര സാമ്പത്തിക സഹായമായി അനുവദിച്ച തുക കമ്പനിയുടെ ട്രഷറി അക്കൗണ്ടിൽ ലഭ്യമായതായി മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. കമ്പനിക്കായി 35,50,00,000 രൂപയുടെ പ്രത്യേക പാക്കേജും പരിഗണനയിലെന്ന് അദ്ദേഹം അറിയിച്ചു. പ്രതിസന്ധിയിലായ വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കമ്പനിക്ക് അനുവദിച്ച 2 കോടിയിൽ നിന്ന് തിരികെ പിടിച്ച 1,20,00,000 രൂപ വീണ്ടും അനുവദിച്ചു. അടിയന്തര സാമ്പത്തിക സഹായമായി അനുവദിച്ച തുക കമ്പനിയുടെ ട്രഷറി അക്കൗണ്ടിൽ ലഭ്യമായതായി മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. മുൻപ് സർക്കാർ അനുവദിച്ച 2 കോടി രൂപയിൽ 80,00,000 രൂപ മാത്രമാണ് കമ്പനിക്ക് വിനിയോഗിക്കാൻ സാധിച്ചിരുന്നത്. ട്രഷറി നിയന്ത്രണങ്ങളെ തുടർന്ന് ബാക്കി വന്ന 1,20,00,000 രൂപ സർക്കാർ തിരിച്ചെടുക്കുകയായിരുന്നു. MLAയുടെയും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോണിന്റെയും തുടർച്ചയായ ഇടപെടലുകളെ തുടർന്നാണ് തുക വീണ്ടും അനുവദിച്ചു കിട്ടിയത്. നിലവിൽ അനുവദിച്ച തുകയുപയോഗിച്ച് കമ്പനിയിൽ പെറ്റ് ബോട്ടിൽ ജ്യൂസ് പ്ലാന്റ് തുറന്നു പ്രവർത്തിപ്പിക്കും. എന്നാൽ വളരെ കുറഞ്ഞ ലാഭവിഹിതം മാത്രം ലഭിക്കുന്ന ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതിലൂടെ കമ്പനിയെ ലാഭത്തിലാക്കാനോ ജീവനക്കാരുടെ വേതനം നൽകാനോ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. തുക അനുവദിച്ചതിലൂടെ കമ്പനിയുടെ പ്രവർത്തനം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു. ഈ വാഴക്കുളം മേഖലയിലെ പൈനാപ്പിൾ കർഷകരുടെ വിലയിടിവിൽ ആ സമയത്ത് പൈനാപ്പിൾ സംഭരിച്ച് 400 ടൺ പൈനാപ്പിൾ നമുക്കിവിടെ സംഭരിക്കാനായിട്ട് കഴിയും. ഒരു ദിവസം 30 ടൺ പൈനാപ്പിൾ വീതം സംഭരിച്ച് 400 ടൺ പൈനാപ്പിൾ നമുക്ക് ഇവിടെ ഫ്രീസ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഉള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജൈവ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് കേരളത്തിൽ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ നമുക്ക് ജൈവ ഉൽപ്പാദനം നമുക്ക് വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 30ഓളം തൊഴിലാളികൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. പക്ഷേ ഇതിപ്പോൾ എന്തുകൊണ്ടോ സാമ്പത്തിക പരാധീനത മൂലം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നവരുടെ കെടുകാര്യസ്ഥത മൂലം ഈ കമ്പനി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. അപ്പോഴാണ് പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ബഹുമാനായ മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടനും ഞാനും കൂടി കൃഷിമന്ത്രിയെ കാണുകയും നിവേദനം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട 2 കോടി രൂപ സർക്കാർ അനുവദിച്ചു. മാർച്ച് മാസത്തിൽ അനുവദിച്ചു. പക്ഷേ 80,00,000 രൂപയാണ് അന്ന് അത് ചിലവാക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി 1,20,00,000 രൂപ മറ്റേ ട്രഷറി നിയന്ത്രണം മൂലം മരവിപ്പിച്ചു. ആ 1,20,00,000 രൂപ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ അനുവദിച്ച് ഇവരുടെ ട്രഷറി അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കതിനകത്ത് ചെറിയ രീതിയിലുള്ള യൂണിറ്റ് തുടങ്ങാൻ മാത്രമാണ് ഇപ്പോൾ സാധിക്കുകയുള്ളൂ. 35,50,00,000 രൂപയുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലിരിക്കുകയാണ്. ആ 35 കോടി രൂപയുടെ സംവിധാനം കൂടി അതിനെ അനുവദിച്ച് ഇവിടെ വന്നാൽ മാത്രമാണ് ഇത് കേടായി കിടക്കുന്ന മിഷനറികൾ പുനരുദ്ധരിക്കുകയും പുതിയതായിട്ടുള്ള വിവിധ സാങ്കേതിക വിദ്യയിലൂടെ പുതിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യയിലുള്ള മിഷനറികൾ സ്ഥാപിച്ചും കൊണ്ട് നമുക്കൊരു നല്ല രീതിയിൽ ഈ കമ്പനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വാഴക്കുളത്തെ പൈനാപ്പിൾ കർഷകരുടെ ഒരു പ്രതീക്ഷയാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ ഈ കമ്പനി അത് നശിച്ചു പോകാതെ അതിന് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നമ്മൾ നടത്തും. അത് ഗവൺമെൻറ്റിൽ അതുപോലെ കൃഷിമന്ത്രിയുടെ അടുത്ത് ഒക്കെ അത് ശക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിവേദനം നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൃഷിമന്ത്രി ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃഷിമന്ത്രി സ്ഥലം സന്ദർശിക്കാമെന്നും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് പരിശോധിക്കാമെന്നും കൃഷിമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മുഴുവൻ സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ഈ കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഈ മേഖലയിൽ തന്നെ വലിയ ഒരു വ്യാവസായികമായിട്ട് അത് വലിയ ഗുണകരമാകും. 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ.